ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാഫി വിസിറ്റ്. എല്ലാവർക്കും ഷാഫി വിസിറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു അവസരമായിട്ടാണ്. അപ്പോൾ എന്താണ് ആ അവസരം? നമുക്കൊരു ബിസിനസ്, അതായത് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ചെലവ് അല്ലെങ്കിൽ സാമ്പത്തികമായ ബാധ്യതകൾ വന്ന് നിൽക്കുന്നൊരു സമയമാണ്. കടങ്ങളായിട്ടും ഒരുപാട് പ്രയാസം സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനടക്കം നമ്മളത് ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം, സൊല്യൂഷൻ വേണം. എന്താണ്? ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകാമെന്ന് പറയുന്നത്, ഇപ്പോൾ ജോലിക്ക് പോയി നമ്മൾ നിലവിൽ നിൽക്കുന്ന ആ ജോലി കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മതിയാവുകയില്ല. അപ്പോൾ നമ്മൾ വേറൊരു അവസരം നമ്മൾ തിരയുന്നുണ്ടാകും. ചിലപ്പോൾ വേറെ അവസരത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വേറെ നോക്കുന്നൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു നല്ലൊരു അവസരം ഞാൻ തരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് നല്ലൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന, നല്ല മോട്ടിവേഷൻ നൽകുന്ന ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ ഉടമയായ മിസ്സിസ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ നടത്തുന്ന ഒരു ബിസിനസ്. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ഉണ്ട്. അതിലൊരു ബിസിനസ്സാണ് ഫിജിക്കാർട്ട്.com എന്ന് പറഞ്ഞൊരു ബിസിനസ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഇതിന് ചങ്കുറപ്പ് വേണം. ചില ആളുകൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, മണി ചെയിനാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. ഏതൊരു ബിസിനസ് ആയാലും ബിസിനസ്സിൻ്റെ തകർച്ച വരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു ബിസിനസ്സിന് തകർച്ച വരുന്നത് നമ്മുടെ പ്രവർത്തനം ഒന്ന് ഇല്ലാതാകുമ്പോൾ, നമ്മൾ പ്രവർത്തനം ഒന്ന് കുറയുമ്പോൾ നമ്മൾ ബിസിനസ് ഡള്ളാവും. അവിടെ ഒരു വിഷയമുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് നമ്മുടെ സമയത്ത് നമ്മൾ വേസ്റ്റ് ആക്കരുത്. കാരണം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ പറയാവൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. പക്ഷേ കുറേ ബിസിനസ് പൊട്ടിയിട്ടുണ്ട്, കുറേ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിജയത്തിൻ്റെയും പരാജയത്തിനെയും കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാ, വിജയിച്ച ബിസിനസ്സുകളൊക്കെ അത് ഏറ്റെടുത്ത ആളുകൾ വൃത്തിക്ക് അതിനെ നന്നായി ചെയ്തത്, ആ ബിസിനസ് ചെയ്തത് കൊണ്ടാണ് അത് വിജയിച്ചത്. പക്ഷേ പരാജയപ്പെട്ട ബിസിനസ്, അത് ഏറ്റെടുത്ത ആളുകൾ ബിസിനസ് അത് വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടതുപോലെ ബിസിനസ്സിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ആ ബിസിനസ് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ഇതാണ് വിഷയം. അപ്പോൾ പൊട്ടിയിട്ട് ഞാൻ മുടക്കിയ പൈസയൊക്കെ പോയല്ലോ, എനിക്ക് ഒന്നുമില്ലല്ലോ, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് യാതൊരു കാര്യവും അതിലില്ല. വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് വരുമാനം വരികയില്ല. ഏത് മേഖലയിലാണ്, നമ്മളിപ്പോൾ ഒരു പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഓട്ടോറിക്ഷ, എൻ്റെ വാഹനം വീട്ടിൽ വെച്ചെങ്ങാണ്ട് വൈകുന്നേരമായിട്ട് ഇന്നൊരു ഓട്ടം കിട്ടിയില്ല, എന്നൊരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥമില്ല. കാരണം ഓട്ടോ ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുപോയിടണം, അല്ലെങ്കിൽ ആളുകൾ ഉള്ളിടത്ത് വണ്ടി കൊണ്ടുപോയി വെക്കണം, ആളുകൾ വിളിക്കണം. കാരണം ഞാൻ വണ്ടി ഓട്ടണം, എങ്കിൽ മാത്രമേ എനിക്ക് വരുമാനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ, അദ്ദേഹം ഒരു കൃഷി ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് വരുമാനം കിട്ടുകയുള്ളൂ. കൃഷി ചെയ്ത് വിളവുണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിന് വരുമാനം കിട്ടത്തുള്ളൂ. കൃഷി ചെയ്യാണ്ട് പാടൊക്കെ ഉണ്ട്, കൃഷി ചെയ്യുന്നില്ല, അതിലൊരു കൃഷി ഇറക്കണില്ല, ഒരു വിത്തും അതിലിടുന്നില്ല, എന്നിട്ട് എനിക്ക് വരുമാനമില്ല, എനിക്ക് പണിയില്ല എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും ആ ഒരു മേഖലയിൽ വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആത്മാർത്ഥതയോട് കൂടി അത് ചെയ്താൽ, ഏത് ജോലിയാണ് ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ്സൊക്കെ നമുക്ക് വളരെ അവസരമുള്ളൊരു ബിസിനസ്സാണ്. വളരെയേറെ കൂടുതൽ ഇൻകം നേടാനുള്ള ഒരു അവസരമാണ്. ഈ ഒരു ബിസിനസ്സിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നാണ് ഒരു സത്യം. ഒരു രൂപ പോലും നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പകരം നമുക്കിതിലുള്ള നമ്മുടെ ജീവിതത്തിൽ വൺ ടൈം പർച്ചേസിങ് മാത്രമേ ഇതിലുള്ളൂ. വൺ ടൈം പർച്ചേസ്, നമ്മുടെ ജീവിതത്തിൽ ഒറ്റ തവണ മാത്രം നമ്മൾ ഈ ഒരു ബിസിനസ് പർച്ചേസിലൂടെ നമുക്ക് ഇതിലേക്ക് ജോയിനിങ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, കാരണം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, കൂടുതൽ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറും കോളിംഗ് ഒക്കെ ഉള്ള നമ്പർ തന്നെയാണ്. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇത് ഇന്ത്യ ഒട്ടാകെ ഉള്ളൊരു ബിസിനസ്സാണ്. ഒട്ടാകെ 3 ലക്ഷത്തോളം ആളുകൾ ഇതിൽ ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് പ്രവർത്തിച്ച് ജോലി ചെയ്ത് വരുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾക്ക് ഇൻകം നേടിയിട്ടുമുണ്ട്.
ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് 2 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട് നമ്മുടെ ഫാമിലിക്ക് മൊത്തമായിട്ട്. പിന്നെ വെൽക്കം ബോണസ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ഇങ്ങനെ ഒരുപാട് വേൾഡ് ട്രിപ്പ്, പിന്നെ അതുപോലെ റൈഡർ ഫണ്ട്, കാർ അച്ചീവ്, ഇങ്ങനെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, ഉയർച്ച ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഈ ഒരു ബിസിനസ്സിന് 50 ലക്ഷം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതുപോലെ ഈ ബിസിനസ് ജോയിനിങ് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 98 47 26 31 36. ഇതാണ് എൻ്റെ നമ്പർ. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു അവസരമാണ്, ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.